ഇടവരമ്പിലും മീന്തുള്ളിയിലും സാമൂഹ്യ വിരുദ്ധർ കേരള വിഷൻ കേബിളുകൾ മുറിച്ചു നീക്കി. ഇന്നലെ രാത്രി പ്രദേശത്ത് വൈദ്യുതി ബന്ധം നിലച്ച സമയത്താണ് അതിക്രമം നടന്നതെന്ന് കരുതുന്നു. കേബിൾ ടിവിയും ഇന്റർനെറ്റും വിതരണം ചെയ്യുന്ന പ്രധാന ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ് പലയിടങ്ങളിലായി മുറിച്ചു മാറ്റിയത്. ഇതോടെ 1000-ലേറെ വീടുകളിലേക്കുള്ള ഇന്റർനെറ്റ് കേബിൾ ടിവി വിതരണം തടസ്സപ്പെട്ടു. സംഭവത്തിൽ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രതിഷേധിച്ചു. പുളിങ്ങോം മീന്തുള്ളി നെറ്റ്വർക്കുകൾക്ക് കീഴിലെ ഇടവരമ്പ് മീന്തുള്ളി ഭാഗങ്ങളിലെ കേരള വിഷൻ കേബിൾ ടിവി ശൃംഖല സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ചു. ഓരോ സ്ഥലത്തും മീറ്ററുകൾ ഇടവിട്ട് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ മുറിച്ചു നീക്കി കേബിൾ ടിവി ഇന്റർനെറ്റ് വിതരണം തടസ്സപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ രാത്രി 10:30 ഇടവരമ്പിൽ തെങ്ങൊടിഞ്ഞു വീണ് വൈദ്യുതി തൂൺ തകർന്ന് വൈദ്യുതി വിതരണവും മെയിൻ റോഡിൽ ഗതാഗതവും തടസ്സപ്പെട്ടിരുന്നു. വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിൻ്റെ മറവിലാണ് സാമൂഹ്യ വിരുദ്ധർ കേബിളുകൾ മുറിച്ചു നീക്കിയത്. ഇന്നലെ രാത്രിയിൽ ഏകദേശം ഒരു 10:27 ലൈനിന് മേലെ തെങ്ങ് വീഴുകയും വൈദ്യുതി ലൈൻ പൊട്ടി വീഴുകയും ചെയ്തു. അതോടൊപ്പം പോസ്റ്റിൽ കെട്ടിയിരുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, കേരള വിഷൻ്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ താഴെ വീഴുകയുണ്ടായി. ഏകദേശം ഒരു 10:59 കേബിളുകൾ മുറിച്ച് മാറ്റപ്പെട്ടത്. ആ സമയത്താണ് നമ്മുടെ ഇൻ്റർനെറ്റും കേബിൾ ടി വി കണക്ഷനും ഡിസ്കണക്റ്റ് ആയതായി പരിശോധനയിൽ മനസ്സിലായത്. ഏകദേശം 1500ഓളം വീടുകളിലേക്കുള്ള ഇൻ്റർനെറ്റ് കണക്ഷനും ഡിജിറ്റൽ കേബിൾ ടി വി കണക്ഷനുമാണ് ഡിസ്കണക്റ്റ് ആയിട്ടുള്ളത്. 2 നെറ്റ്വർക്കിലേക്കുള്ള ഫൈബർ കേബിളുകളാണ് മുറിച്ച് മാറ്റിയിട്ടുള്ളത്. അതായത് പുളിഞ്ഞോം നെറ്റ്വർക്കിൽ നിന്നും ഏകദേശം മീന്തുള്ളി നെറ്റ്വർക്കിലേക്ക് 3 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 3 കിലോമീറ്റർ ദൂരത്തിനിടയിൽ പലയിടങ്ങളിലായിട്ട് ഒരു 40 മീറ്റർ ഇടപെട്ടിട്ടാണ് കേബിളുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും ഇത് അബദ്ധവശാൽ സംഭവിച്ചൊരു കാര്യമല്ല. ബോധപൂർവം കേബിളുകൾ നശിപ്പിക്കുക, 1500ഓളം കുടുംബങ്ങളിലേക്കുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും വിച്ഛേദിക്കുക എന്നുള്ള കൂടുതൽ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ സംഘം ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാവുന്നത്. എന്തായാലും കേബിൾ ടി വി കേരള വിഷൻ്റെ കേബിൾ കണക്ഷൻ കട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ ഒരു സാഹചര്യം ഉപയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് CCTV ക്യാമറ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. നിരവധി ആളുകളുടെ രാത്രിയിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾക്ക് ഈ ഒരു ഡിസ്കണക്ഷൻ മൂലം പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതോടെ പ്രദേശത്തെ 1000ഓളം വീടുകളിലേക്കുള്ള ഇന്റർനെറ്റും ടെലിവിഷൻ സംപ്രേഷണവും തടസ്സപ്പെട്ടു. തകർന്ന വൈദ്യുതി തൂൺ മാറ്റിസ്ഥാപിച്ച് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഇതിനുശേഷം മാത്രമേ നശിപ്പിക്കപ്പെട്ട കേബിൾ ടി വി കണക്ഷനുകൾ പുനഃസ്ഥാപിക്കാൻ കഴിയൂ. സാമൂഹ്യ വിരുദ്ധർ നടത്തിയ അതിക്രമത്തിനെതിരെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ചെറുപുഴ പോലീസിൽ പരാതി നൽകി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അക്രമികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കേബിൾ ടി വി ശൃംഖല മുറിച്ചു നശിപ്പിച്ച സംഭവത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചെറുപുഴ മേഖലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. നിങ്ങൾ അറിഞ്ഞോ? കേരള വിഷൻ കണ്ണൂർ ജില്ലയിലെ പുതിയ ബ്രോഡ്ബാൻഡ് കസ്റ്റമേഴ്സിനായി സമ്മാനോത്സവം ആരംഭിച്ചിരിക്കുന്നു. കേരള വിഷന്റെ പുതിയ കസ്റ്റമേഴ്സിന് ബ്രോഡ്ബാൻഡ് കണക്ഷൻ പൂർണ്ണമായും ഫ്രീ ആയി ലഭിക്കുന്നതോടൊപ്പമാണ് അവിശ്വസനീയമായ ഈ സമ്മാനോത്സവത്തിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിക്കുന്നത്. 50 ആൻഡ്രോയിഡ് ടിവികൾ, 10 വാഷിംഗ് മെഷീനുകൾ, 500 ഫ്രൈ പാനുകൾ, അങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ വിജയികളെ പ്രഖ്യാപിക്കും. കഴിഞ്ഞില്ല, 2025 ഏപ്രിലിൽ നടക്കുന്ന മെഗാ നറുക്കെടുപ്പിലുമുണ്ട് സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനമായി KV സോളാറിന്റെ 2 കിലോവാട്ടിന്റെ സോളാർ കണക്ഷൻ ഫ്രീയായി ലഭിക്കുന്നു. ഒരാൾക്കല്ല, 3 ഭാഗ്യശാലികൾക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ ബ്രോഡ്ബാൻഡ് കമ്പനിയായ കേരള വിഷന്റെ സമ്മാനോത്സവത്തിൽ പങ്കെടുക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്ത കേരള വിഷൻ കേബിൾ ടി വി ഓപ്പറേറ്ററെ ഇന്ന് തന്നെ വിളിക്കൂ.